അഭിലാഷ് പിള്ളൈ, വിഷ്ണു ശശിശങ്കർ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഈ ഒരു ഹിറ്റ് കോംബോ പുതിയൊരു സിനിമയായിട്ട് വന്നിരിക്കുകയാണ് സുമതി വളവ്. ഹൊറർ മൂവിയാണ്. അർജുൻ അശോകൻ പ്രധാന കഥാപാത്രമായി വന്നിട്ടുള്ള സിനിമയാണ്. സിനിമ മാളികപ്പുറം പോലെ ഹിറ്റ് അടിക്കുമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമ എന്തായാലും കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഓഡിയൻസ് ഒക്കെ തിയേറ്റർ വരേക്കും പോകും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഇതിനകത്ത് അതിന് മാത്രം പോകുന്ന ചില പൊടിക്കൈകളൊക്കെ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുകയാണെങ്കിൽ, നമ്മൾ ഇത്രയും കാലം മലയാളത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹൊറർ മൂവീസും നോക്കുകയാണെങ്കിൽ അതിനകത്തെല്ലാം ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതായത് പ്രേതം എന്ന് പറയുന്നത് ഒരു പഴയ തറവാട്ടിലായിരിക്കും. ആ പ്രേതമുള്ള വീട്ടിൽ പട്ടി ഉണ്ടായിരിക്കും, പൂച്ച മസ്റ്റാണ്, ആടുന്ന കസേര മസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു ചെലന്തി വല മസ്റ്റാണ്. അതേപോലെ പ്രേതം നടക്കുന്നു, അപ്പോഴേക്കും സൈക്കോളജിസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഈ ദുർമന്ത്രവാദിയൊക്കെ വന്ന് മന്ത്രവാദമൊക്കെ ചെയ്ത് എങ്ങനെയും പ്രേതത്തെ പറഞ്ഞയക്കും. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൊറർ മൂവി എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ടിപ്പിക്കൽ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ട് ഈ പ്രാവശ്യം പുതിയ രീതിക്കാണ് ഇവർ ഈ ഒരു കഥ പറഞ്ഞു പോയിട്ടുള്ളത്. പ്രേതമുണ്ട്, സുമതി തന്നെയാണ് പ്രേതം. ഒരു വളവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഈ റോഡിലൊക്കെ വളവുണ്ടായിരിക്കും. അപ്പൊ അവിടെയുള്ളൊരു പ്രേതാണ് സുമതി. ഈ സുമതിയുടെ ഒരു കഥ പറയുമ്പോൾ ഒരു ഗോസ്റ്റ് സമ്മോണിങ് ലൂപ്പ് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഒരു പാരാനോർമൽ ലൂപ്പാണ്. അതിനകത്ത് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നുമില്ല, ചെല്ലന്തി വല, പട്ടി, പൂച്ച, പോത്തൊന്നുമില്ല. ഈ ഒരു ലൂപ്പിനകത്ത് കടന്നിട്ടാണ് സുമതിയുടെ എല്ലാ കളി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വേറിട്ട എക്സ്പീരിയൻസ് ആയിട്ട് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഈ സിനിമ പക്കാ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, ഒരുപാട് പ്രശ്നങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ ലൂപ്പ് കാണിക്കുമ്പോൾ അത് വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ മറ്റു പ്രേത സിനിമകളിൽ കാണുമ്പോൾ തന്നെ ഒരു സ്ലോ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. സുമതിയെ കുറിച്ച് പതിയെ പറയുന്നു, ഒരു സ്വപ്നം വരുന്നു അർജുൻ അശോകന്റെ, അങ്ങനെ ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കുമ്പോൾ പോലും ഒരു ഗോസ്റ്റ് സമ്മോണിങ് ലൂപ്പ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും ഒരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതാണ് ഇതിനകത്ത് എടുത്ത് പറയേണ്ട സംഭവം തന്നെ. ഇനി ഏതായാലും സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഇത് 1962-63 ആ ഒരു കാലഘട്ടമാണെന്നാണ് ഓർമ്മ. ആ കാലഘട്ടത്തിൽ കഥ കാണിക്കുന്നു. അതിനുശേഷം പിന്നീട് കഥ കുറെ കൂടി മുൻപോട്ട് പോകുന്ന സമയത്ത് വർഷം മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ അവിടുത്തെ സിനിമകൾ, അതുപോലെ തന്നെ മണിച്ചിത്ര താഴ് പോലുള്ള റെഫറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത്തരം സിനിമകൾ വഴിയാണ് നമ്മൾ കാലഘട്ടം 90കളുടെ ആ ഒരു സമയമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ 90കളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ഗ്രാമത്തിലെ കുറെ ആളുകൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെയാണ് അർജുൻ അശോകന്റെ പ്രധാന കഥാപാത്രമായിട്ടുള്ള അപ്പു വരുന്നത്. അപ്പു എന്ന് പറയുന്നത് ഒരു കാസറ്റ് കടയൊക്കെ നടത്തുന്ന ഒരു പയ്യനാണ്. അത്യാവശ്യം പേടിത്തൊണ്ടനായിട്ടുള്ള, സുമതിയെ പേടിയുള്ള ഒരു പയ്യനാണ്. അവിടെ അപ്പുവുമായിട്ട് ബന്ധപ്പെട്ട അവന്റെ സൗഹൃദ വലയങ്ങൾ, സുമതിയുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, ആ ഒരു ബിൽഡപ്പ്, സ്ലോ ആയിട്ടുള്ള ബിൽഡപ്പ് കാര്യങ്ങളൊക്കെ വന്ന് കഥയിലേക്ക് എത്തുന്നു. അവിടുന്ന് അങ്ങോട്ട് സുമതിയിലേക്ക് പോയിട്ട് സുമതിയുടെ കാര്യങ്ങളൊക്കെ കാണിച്ച് കഥ പറയേണ്ട പോലെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലോഷർ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അവിടെയാണ് സിനിമ പിന്നെയും വേറിട്ടതായിട്ട് മാറി നിൽക്കുന്നത്. സുമതിയെ അവസാനിപ്പിക്കുക, സുമതിയെ ഇല്ലാണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒന്നാമത് ഈ സുമതി എന്ന് പറയുന്ന സംഭവം നമ്മളൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കഥയാണ്. ശരിക്കും സുമതി വളവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ സുമതി എന്ന് പറയുന്ന ഒരു ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന, ഇപ്പോഴും വിശ്വസിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. അപ്പൊ സുമതിയുടെ കഥ എന്ന് പറയുന്നത് അവരൊരു പണക്കാരനെ പ്രണയിച്ചു, പ്രഗ്നന്റ് ആയി, പണക്കാരൻ വഞ്ചിച്ചു, കൊന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള സുമതിയുടെ കഥ. ഈ കഥയുമായിട്ട് ഈ സിനിമയ്ക്ക് ബന്ധം ഉണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷ കുറെ പേർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ആകാംക്ഷയ്ക്കൊന്നും ആവശ്യമില്ല, കാരണം ആ കഥയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ സുമതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചതിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട, നിരാകരിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ആത്മാവ് തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത്, അലഞ്ഞു നടക്കുന്നത്. പക്ഷെ അതിന് ഈ പറയുന്ന ബന്ധങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല, അതായത് റിയൽ സ്റ്റോറിയുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഈ സുമതി വളവ് എന്ന് പറയുന്ന ഒരു ഗോസ്റ്റ് ഹോണ്ടഡ് കർവിനകത്ത് പെട്ടുപോകുന്ന മനുഷ്യര്, അവർക്ക് രാത്രി അവിടെ പെട്ട് കഴിഞ്ഞാൽ സുമതി അവരെ ബുദ്ധിമുട്ടിക്കും. ആ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് കുറെ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും അധികം കൺഫ്യൂഷൻ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അർജുൻ അശോകൻ ചെയ്യുന്ന നായക കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ സുമതിയെ കുറിച്ച് പറയുമ്പോഴും അതിനെക്കുറിച്ച് കഥയിലേക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്തൊക്കെ ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ഈ ഗീതി സംഗീതമൊക്കെ ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ ഒക്കെ വന്നിട്ട് ഈ അപ്പു എന്ന് പറയുന്ന അർജുൻ അശോകന്റെ കഥാപാത്രത്തോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. സുമതിയുമായിട്ട് ആ ഒരു വളവുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ട്, നിന്റെ ലൈഫിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. അതായത് വരുന്നവരും പോകുന്നവരൊക്കെ ഈ കഥാപാത്രത്തോട് പറയുന്നത് അങ്ങനെയാണ്, നിന്റെ ലൈഫിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്കും തോന്നും സുമതി വളവിൽ എന്തോ ഇയാളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ കാര്യങ്ങൾ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ഈ അപ്പു എന്ന് പറയുന്ന കഥാപാത്രമല്ല, അപ്പുവിന്റെ കൂടെ നിൽക്കുന്ന ബാലു വർഗീസിന്റെ ക്യാരക്ടർ ആണെങ്കിലും സിദ്ധാർത്ഥ ഭരതന്റെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഇവരുടെ ലൈഫിലെല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവർ ഈ പറയുന്ന പോലെ ആയില്യ നക്ഷത്രക്കാരനായിട്ടുള്ള അപ്പുവിന് മാത്രമല്ല അതൊന്നും സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമം മൊത്തം നിന്നെ ഒറ്റപ്പെടുത്തുമെന്ന് ഗീതി സംഗീതയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തലൊന്നും എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. സുമതിയുടെ വളവ്, ആ ഒരു വളവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ബന്ധം എനിക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല.
അതിനകത്ത് ആ ലൂപ്പിൽ ആരൊക്കെ പെട്ടുപോകുന്നു അതുപോലെ പെട്ടുപോകുന്ന ഒരു കഥാപാത്രമായിട്ട് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് അർച്ചന അശോകന്റെ ക്യാരക്ടറിന് തോന്നിയിട്ടുള്ളത്. ആ ഒരു ക്ലൈമാക്സിൽ മാത്രമാണ് പിന്നെയെങ്കിലും സുമതി വളവുമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ളൊരു സംഭവം ഫീൽ ചെയ്യുന്നത്. ആ ഒരു വില്ലന്മാരുമായിട്ടുള്ള ക്ലാഷും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ്. അല്ലാണ്ട് എനിക്ക് മറ്റു ക്യാരക്ടേഴ്സിൽ നിന്നൊന്നും വ്യത്യസ്തമായിട്ട് ഒന്നും ഇതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പ്രേതത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ അനാവശ്യമായിട്ട് കുറെ സമയം അതുപോലെ പാഴാക്കിയെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സുമതി വളവിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ആ ഒരു ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് സുമതി സുമതി എന്നുള്ള ഒരു സാധനം ഉണ്ടാക്കി എടുത്തിട്ട് കുറെ സമയം അങ്ങനെ കളഞ്ഞു. കാരണം ഇതിനകത്ത് ആക്ച്വലി സുമതിക്ക് പ്രത്യേകിച്ച് റോൾ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയം വന്നിട്ടുണ്ട് ക്ലൈമാക്സ് ആയപ്പോഴേക്കും. ഞാൻ പറഞ്ഞില്ലേ ലൂപ്പാണ് കാര്യങ്ങളാണ് അതൊക്കെ ഓക്കെയാണ്. പക്ഷേ സുമതിക്ക് എന്താണുള്ളത്, സുമതി എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഇല്ല. സുമതി ഇപ്പോഴും അവിടെ ഉണ്ട്, ആ ലൂപ്പ് ഇപ്പോഴും അവിടെ ഇങ്ങനെ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ സിനിമയിൽ സുമതിക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ പണ്ടത്തെ വീടുകളൊക്കെ ഉണ്ടായിരിക്കും, നാട്ടിൻപുറങ്ങളിലെ വീടുകളൊക്കെ. അപ്പൊ അവിടെയൊക്കെ ചുമരിലൊക്കെ കാണാൻ പറ്റും ഈ വീടിന്റെ ഐശ്വര്യം ശ്രീ മുത്തപ്പൻ, ഈ വീടിന്റെ ഐശ്വര്യം ശ്രീ ചോറ്റാനിക്കര ദേവി എന്നൊക്കെ ഒരു ബോർഡ് ഉണ്ടായിരിക്കും. അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സിനിമയുടെ ഐശ്വര്യം മാളികപ്പുറം എന്ന്. അതായത് മാളികപ്പുറത്തിൽ ആരൊക്കെ പ്രധാനമായിട്ടുണ്ടോ അതിന് ആരൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ആയിട്ട് ഇങ്ങോട്ട് പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ആ കുട്ടികളെ സൈജു കുറുപ്പിനെയൊക്കെ അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മാളികപ്പുറത്തിന്റെ ആ ഒരു ഹാങ് ഓവർ വിട്ടുമാറാത്തത് കൊണ്ടാണോന്ന് അറിയില്ല, എല്ലാവരും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സിനിമയിൽ അഭിനയിച്ചവരുടെ കാര്യം പറയുകയാണെങ്കിൽ അർജുന അശോകന്റെ കാര്യം ആദ്യം പറയാം. ലെസ് ഈസ് മോർ എന്ന് പറയുന്ന സംഭവമല്ലേ, അതാണ് പുള്ളി പക്ക. അതായത് ഒരുപാട് കയ്യിൽ നിന്ന് എടുത്തിട്ട് പെർഫോമൻസ് കാണിക്കുക അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻസ് ഒരുപാട് കൊടുക്കുക അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം നാച്ചുറൽ ഫ്ലോ ആണ്. പുള്ളി ഇങ്ങനെ അഭിനയിച്ചു പോകും, അതിങ്ങനെ ക്യാരക്ടറിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് ഫോഴ്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പുള്ളി ചെയ്യുന്നില്ല. പക്ഷെ പുള്ളിയുടെ ആ ഒരു നിഷ്കളങ്കത, കാര്യങ്ങൾ, പുള്ളിയുടെ പേടി എന്താണെങ്കിലും ശരി അതൊക്കെ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. സോ ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ ഈസിയാണ്. ഇതിനകത്തുള്ള അപ്പു എന്ന് പറയുന്ന കഥാപാത്രം പുള്ളിയുടെ മറ്റെല്ലാ സിനിമകളിലും പോലെ തന്നെ ഇതേപോലെ ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ ഭരതന്റെ ഒരു ക്യാരക്ടറുണ്ട്, എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പെർഫോമൻസ് ആണ്. കാരണം പുള്ളി പറയുന്നത് പോലെ ഒരുപാട് എക്സ്പ്രഷൻസ് കൊടുക്കുന്ന വ്യക്തിയൊന്നുമല്ല. പുള്ളി വളരെ മിനിമൽ ആയിട്ട് രീതിക്ക് അഭിനയിച്ചു പോകുന്ന ആളാണ്. പക്ഷെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പുള്ളിയുടെ കയ്യിലുണ്ട്. ഈ സംഭവം ഈ സിനിമയ്ക്കകത്തും കാണാൻ പറ്റുന്നുണ്ട്. ഈ കഥാപാത്രം ചെമ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഭയങ്കര ഡെപ്ത് കൂടിയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ ആ ഒരു പെർഫോമൻസ് എനിക്ക് പുള്ളിയുടെ നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. ബാലു വർഗീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറെ കഥാപാത്രങ്ങൾ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. ഗോകുൽ സുരേഷ് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്, കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു പെർഫോമൻസ് ആണ്. അതായത് പുള്ളി ഇങ്ങനെ ഗ്രാജുവലി അഭിനയത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വേണം ഈ കഥാപാത്രം കാണാൻ. അല്ലാണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. അതുപോലെ തന്നെ നന്ദു, മനോജ് കെ യു പോലുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മാളവിക എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇതിനകത്ത് നായികയായിട്ട് വന്നിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു കുട്ടിയുടെ പെർഫോമൻസ്, കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ ഈ മലയാള തനിമ എന്നൊക്കെ പറയുന്ന സംഭവം അതിങ്ങനെ ഒരു ഫീൽ ഒക്കെ വന്നു. അതുപോലെ ഗോകുൽ സുരേഷിന്റെ പെയറായിട്ട് വന്നിട്ടുള്ള ജൂഹി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ഞാൻ പ്രത്യേകം നോക്കി വെച്ചൊരു പെർഫോമൻസ് ആണ്. പുള്ളിക്കാരി എന്തായാലും മിക്കവാറും മുൻപോട്ട് വരാൻ ചാൻസ് ഉണ്ട്, കൂടുതൽ നല്ല അവസരങ്ങൾ കിട്ടാനും അത് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ നന്ദുവിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ, കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ശങ്കർ PV ആണ് DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗോസ്റ്റ് ഹോണ്ടഡ് കർവിനകത്ത് വരുന്ന സമയത്ത്, സുമതി വളവിൽ വരുന്ന സമയത്തൊക്കെ ആ ഒരു ഭയം ഉണ്ടാക്കണം, നിഗൂഢത ഉണ്ടാക്കിയെടുക്കണം, ഇതൊക്കെ ഒരു ലോ ലൈറ്റ് സെറ്റപ്പിൽ പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നാട്ടിൻപുറം സംഭവം വരുന്ന സമയത്ത് ഒരു റൂറൽ എസ്തറ്റിക് സംഭവമാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക, 90കളിലേക്ക് കൊണ്ടുപോയിട്ട് അതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ആ ഒരു ഛായാഗ്രഹകൻ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരൻ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഷെഫീഖ് മുഹമ്മദ് അലിയാണ് ഇതിന്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു സുമതി വളവിലെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത് നല്ല രീതിക്ക് പുള്ളിക്കാരൻ ആ ഭാഗങ്ങളൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലെങ്ത് ഓവറാണ്, അതൊരുപാട് ഡ്യൂറേഷൻ പോയിട്ടുണ്ട്. അത്രയും കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വരുമ്പോഴും ആ ഒരു സംഭവം പുള്ളിക്കാരൻ നല്ലപോലെ ആ ഭാഗങ്ങളൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ രഞ്ജിൻ രാജാണ് ഇതിന്റെ സംഗീതം ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യമാണ്, സുമതി വളവ് എന്ന് പറയുന്ന സംഭവത്തിന് ആ ഒരു ബിൽഡപ്പ് കൊടുക്കുന്നതിൽ ഏറ്റവും അധികം ഉപകാരം ചെയ്തിട്ടുള്ള ഭാഗമാണ് ഈ പറയുന്ന സംഗീതം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതായത് ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസും ഈ എടുത്തു വെച്ച ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ പോലും എല്ലാം നോർമൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്.
പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങ് കത്തിക്കയറുന്ന സമയത്താണ് സുമതി വളവ് എന്ന് പറയുന്നതിലെ നിഗൂഢത പോലും നമുക്ക് ഫീൽ ചെയ്യുക. ആ ഒരു ഫീൽ നമുക്ക് ഉണ്ടാക്കി തരാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കണ്ടിരിക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു ഒരു ഹൊറർ മൂവിയാണ് സുമതി വളവ്. പറഞ്ഞ പോലെ കുറെ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരിക്കും, ഈ പറഞ്ഞ പോലെ കുറെ ലോജിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഈ ഒരു പാരാനോർമൽ ലൂപ്പ് എന്താണെന്ന് അനുഭവിച്ചറിയാൻ സുമതി വളവ് ഒരു തവണയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും തിയേറ്ററിൽ കുടുംബസമേതം തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്.